എല്ലാ ചങ്ങച്ചോർക്കണം പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ നോക്കാൻ വേണം നമ്മുടെ തമിഴിൽ എഴുതി കാര്യങ്ങൾ ശ്രദ്ധിച്ച പോലെ തന്നെ എങ്ങനെ കടയിലൊരു ചാനൽ ബാനർ മേക്കിങ്ങാണ് നോക്കാൻ വേണം. ഓക്കെ, അപ്പം അതിന് മെയിനായി പിക്സലാബ് കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളാണെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് കാണാൻ സാധിക്കും. അവിടെ ആ ടെക്സ്റ്റ് കാരണം ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷമാണെങ്കിൽ നിങ്ങളുടെ മുകളിലൊരു തിരിയോട്ട് കാണാൻ നമുക്ക് സാധിക്കും. അവിടെ പോയിട്ട് യൂസ് ഇമേജ് ഫ്രം ഗാലറി പോകട്ടെ. പക്ഷേ ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തേക്കാം, ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് പോയി ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ നിങ്ങളവിടെ ഇമേജ് സൈസ് കാണാൻ സാധിക്കും. ആ ഇമേജ് സൈസ് നിങ്ങൾ നൈസായിട്ടൊന്ന് യൂട്യൂബ് ചാനൽ ബാനർ നോക്കണം. ഓക്കെ, അതിപ്പോൾ ഞാൻ ആക്കിയില്ലായിരുന്നു, അതിന് ചെറിയൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ആക്കുക. ഓക്കെ, ഇതാണൊക്കെ നമ്മുടെ പിക്ക്. ഓക്കെ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് കൂടെ കൊണ്ടുവരിക. ഓക്കെ, പക്ഷേ നിങ്ങളാണെങ്കിൽ ഇവിടെ ഒരു പ്രസേകം കാണാൻ സാധിക്കും. പ്രസേകനായി കഴിയുമ്പം പ്രസേകനായി കഴിഞ്ഞിട്ട് ഷേപ്സ് എന്നുള്ളതാണ് സാധിക്കുക. ഷേപ്സ് ഇങ്ങോട്ട് ആഡ് ചെയ്യാൻ ശേഷം ആ വൈറ്റ് കളറുള്ള ഷേപ്സ് ആണെങ്കിൽ കൊണ്ട് ആഡ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത പോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ഫുള്ള് ചെയ്ത് കൊടുത്തിട്ട് പകുതി വെക്കുന്ന പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നുവെച്ചാൽ അതിങ്ങനെ പകുതിയായിട്ട് വെച്ച് കൊടുക്കുക. ശേഷമാണെങ്കിൽ ഇപ്പുറത്തോടെ വന്നു കഴിയുമ്പം കളർന്ന് കാണാൻ സാധിക്കും. കളർ എടുക്കുക. കളർ എങ്ങനെ ഇവിടെ ശേഷം അത് നമ്മൾ ബ്ലാക്ക് ഒക്കെ കൊടുക്കുക. ഓക്കെ, ടിക്ക് കൊടുക്കുക. ശേഷം അപ്പുറത്ത് തന്നെ കപ്പാസിറ്റി കാണാൻ സാധിക്കും. കപ്പാസിറ്റി എടുത്തിട്ട് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ആക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് പോലത്തെ ഒരു വേരിയേഷൻ കാണാൻ സാധിക്കും. ഓക്കെ, പക്ഷേ നിങ്ങളാണെങ്കിൽ പ്ലസ് ഐക്കനെ പോയിട്ട് ന്യൂ ടെക്സ്റ്റ് അടിച്ച് കൊടുക്കുക. പക്ഷേ അത് നിങ്ങൾ ഡബിൾ കീ അടിക്കുക, എഡിറ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ നിങ്ങളുടെ ചാനലിൻ്റെ പേരും അടിച്ച് കൊടുക്കുക. മെയിൻ കട്ട്സ് എന്ന് വെച്ചാൽ എൻ്റെ ചാനലിൻ്റെ പേരാണ് മെയിൻ കട്ട്സ്. അപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ പേരും അടിച്ച് കൊടുക്കുക. പക്ഷേ അത് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. ക്രോപ്പ് ചെയ്യാനായിട്ട് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ അതിനാണെങ്കിൽ കുറച്ചുകൂടെ കപ്പാസിറ്റി കാര്യങ്ങൾ കുറച്ചുകൂടെ കൂട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളാണെങ്കിൽ ആ മെയിൻ കട്ട്സ് ഉള്ളതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടി കൊടുക്കുക. അപ്പോൾ നമ്മളവിടെ ഫോണ്ട് എടുക്കുന്നുണ്ട്. ഫോണ്ട് എടുക്കുക. എന്നിട്ട് ഇവിടെ തന്നെ ഒരുപാട് ഫോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡൗൺലോഡ് ചെയ്തൊരു ഫോണ്ടാണ് എടുക്കുന്നത്. അതിൻ്റെ പേര് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അത് നിങ്ങൾ പോയി ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യേണ്ടത് ഡൗൺലോഡ് ചെയ്തിട്ട് പിക്സലാബ് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൺ ഇങ്ങോട്ട് എല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ വെച്ച് കൊടുക്കുന്ന ആ ഭാഗമായിട്ട് ആ ടെക്സ്റ്റ് കാര്യങ്ങളോട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങ് നോക്കിയാൽ മതി. ഓക്കെ, നിങ്ങൾ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പുറത്തുനിന്ന് വന്നു കഴിയുമ്പോൾ ഷോക്ക് കാണാൻ സാധിക്കുക. ആ ഷോക്കൊന്ന് എനേബിൾ കൊടുക്കുക. ഷോക്ക് ഇത്രയാണ് ഓരോ ഓക്കെ 6 ആക്കി കൊടുക്കുക. ഓക്കെ, ഒരു 6 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മളൊന്ന് ബ്ലാക്ക് വരിക. ബ്ലാക്ക് എന്ന് വെച്ചാൽ ഇതൊക്കെ കൊടുക്കുക. ഓക്കെ, പക്ഷേ നിങ്ങളാണെങ്കിൽ ഒന്നൊരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. പക്ഷേ അതൊന്ന് ഡബിൾ കീ അടിച്ചതിന് ശേഷം നിങ്ങളാണെങ്കിൽ ഇനി ലൈവ് എന്ന് അടിച്ചു കൊടുക്കുക. ഓക്കെ, മെയിൻ കാർഡ് സീസ് ലൈവ് എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം ലൈവ് എന്നാണ് കളിക്കുന്നത്. ലൈവ് അല്ല. ഓക്കെ, അതിന് മുമ്പ് നമ്മളാണെങ്കിൽ ആ മെയിൻ കട്ട്സിൻ്റെ തന്നെ എന്താണ് അതിൻ്റെ തന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ നടത്തുക. റിഫ്ലക്ഷൻ തന്നെ ഇടുക. അതിനുശേഷമാണ് കേസ് നമ്മളാണെങ്കിൽ പ്ലസ് ഐക്കനെ പോയിട്ട് അതൊന്ന് ന്യൂ ടെക്സ്റ്റ് അടിച്ചിട്ട് നമ്മൾ ലൈവ് എന്ന് അടിക്കുന്നത്. ലൈവ് അപ്പോൾ ഈ സമയത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അവിടെ റിലേറ്റീവ് പോസിൻ്റെ ഓപ്ഷനാണ്. അപ്പോൾ അവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിങ്ങനെ ചെയ്യുന്ന പോലെ തന്നെ നോക്കിയാൽ മതി. ഓക്കെ, ശേഷം പൊസിഷനെ കറക്റ്റായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. അഡ്ജസ്റ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷമാണെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ ടെക്സ്റ്റിൻ്റെ സൈസ് കുറച്ചുകൂടെ കൂട്ടി കൊടുക്കണം. ഓക്കെ, അതിനുശേഷമാണെങ്കിൽ നമ്മൾ നമ്മുടെ പൊസിഷനെ പോയിട്ട് അത് കറക്റ്റായിട്ട് അവിടെ തന്നെ വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഫോണ്ട് കാര്യങ്ങളൊക്കെ മാറ്റേണ്ടതുണ്ട്. കാരണം ഫോണ്ട്. ഓക്കെ, ഫോണ്ട് എടുക്കുക. ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തൊരു ഫോണ്ടാണ് എടുക്കുന്നത്. ഇല്ല, ഞാനൊരു ഡാമേജ് ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഡാമേജസ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞാൽ തന്നെ ഗൂഗിളിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ മതി. ഓക്കെ, ഞാനിപ്പോൾ ഒരു സെറ്റ് ഫോണുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്യാം. അത് നേരെ പോയി അങ്ങനെ ഡൗൺലോഡ് ചെയ്താൽ മതി. ഇഷ്ടംപോലെ ഫോണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ താഴോട്ട് എടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ ലാബ് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ നേരെ താഴോട്ട് എടുക്കുക. ഓക്കെ, ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫോണ്ട് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. ഓക്കെ അടിക്കുക. പക്ഷേ ഇതായിരിക്കും നമ്മുടെ ഫോണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതായിരിക്കും നമ്മുടെ ടെക്സ്റ്റ്. ഓക്കെ, അതിനുശേഷം നിങ്ങളത് കറക്റ്റ് ഞാൻ വെച്ച് കൊടുക്കുന്ന ആ ഭാഗത്തോട്ട് തന്നെ വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങളാണെങ്കിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ കളറൊന്ന് മാറ്റി കൊടുക്കുക. അതിന് മുമ്പ് ഓക്കെ ഞാൻ കളർന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ റെഡ് കളർ കൊടുക്കുക. എന്നിട്ട് ടിക്ക് കൊടുക്കുക. അതിനുശേഷം പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ നമ്മൾ ഷോക്ക് ഒന്ന് എനേബിൾ എടുക്കുക. ഓക്കെ, ഷോക്ക് മസ്റ്റാണ്. ഓക്കെ, അതിനുശേഷം ഷോക്ക് വിട്ട് കാണാൻ സാധിക്കുക. ഷോക്ക് വിട്ട് നമ്മളൊരു 7 ആക്കി കൊടുക്കുക. ഓക്കെ, 7 8 വെച്ച് കൊടുക്കുക. പക്ഷേ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് പൊസിഷൻ കാര്യങ്ങൾ അഡ്ജസ്റ്റ് വെച്ച് കൊടുക്കുക. ഓക്കെ, പക്ഷേ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അങ്ങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നിങ്ങളാണെങ്കിൽ എന്തൊരു പ്ലസ് ഐക്കന് വേണ്ടി ന്യൂ ടെക്സ്റ്റ് പോയിട്ട് അതൊന്ന് എഡിറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളങ്ങ് ഈസ് അങ്ങ് അടിച്ച് കൊടുക്കുക. ഈസ് അങ്ങ് അടിച്ച് കൊടുക്കുക. അതിനുശേഷമാണെങ്കിൽ ഓക്കെ, അതിനുശേഷമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ റിലേറ്റീവ് പൊസിഷനെ പോയിട്ട് നിങ്ങൾ താഴോട്ട് അങ്ങ് അടിച്ചു പോകുക. അതിനുശേഷം സാധാരണത്തെ പൊസിഷനെ പോയിട്ട് ഇങ്ങോട്ട് റേഷ്യോ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് കൊടുത്തതിന് ശേഷം ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനുശേഷം നിങ്ങളാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, നമ്മൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഫോണ്ടാണ് എടുക്കുന്നത്. പിക്സലാബിനകത്ത് ഒറിജിനലായിട്ടുള്ളൊരു ഫോണ്ടാണ് എടുക്കുന്നത്. പിന്നെ അത് നോക്കാം. താഴോട്ട് എടുത്ത് കഴിയുമ്പോൾ നല്ല ഫോണാണ്. ഓക്കെ, അങ്ങോട്ട് എടുക്കാം. അപ്പം ഇതിൻ്റെ അകത്ത് എന്താണ് ക്യാപ്ചർ ഇറ്റ് എന്ന് പറഞ്ഞ ഫോൺ എടുക്കാൻ ക്യാപ്ചർ ഇറ്റ്. പക്ഷേ നിങ്ങളാണെങ്കിൽ ഇതിൻ്റെ എന്താണ് പൊസിഷൻ ഒന്നുകൂടെ വന്നിട്ട് കുറച്ച് അതിൻ്റെ അടുത്തോട്ട് ആക്കി വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇതിൻ്റെ ടെക്സ്റ്റിൻ്റെ സൈസ് ഒന്ന്
ഇതാണ് ഒന്ന് കൂട്ടി കൊടുക്കുക. നിങ്ങൾക്കറിയാലോ, നിങ്ങളത് കൂട്ടി കൊടുക്കുക. പക്ഷേ അതിങ്ങോട്ട് ഞാനിപ്പോൾ ചെയ്യുന്നതോടെ അങ്ങ് വെച്ച് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പം ചെയ്യുന്നതോടെ അങ്ങ് അടുത്തോട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളാണെങ്കിൽ ഇതിൻ്റെ കളറൊന്നും എടുക്കുക, പച്ച കളർ എടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഞാനിപ്പം ചുമ്മാ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ഓക്കെ, എൻ്റെ ഇത് വന്നിട്ടില്ല. എൻ്റെ മാറ്റം എന്ന് പറയുമ്പോൾ കുറച്ച് വെറൈറ്റി ഉള്ളത്. ഓക്കെ, വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല. പൈസ നമ്മൾ ഇത്ര കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ മണിയുണ്ട്. ഓക്കെ, പക്ഷേ നിങ്ങളാണെങ്കിൽ ഇന്നലെ സെക്കൻഡ് വിട്ട് ഫ്രം ഗാലറി പോയിട്ട് ഞാൻ വേറൊരു ലിങ്കിനെ കൂടെ താഴെ കൊടുക്കാം, അതും കൂടെ കൊണ്ടുവരാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്യാനിരുന്നതല്ല. ഓക്കെ, സത്യം പറഞ്ഞാൽ നമ്മൾ വേറൊരു നല്ലൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ചെറിയൊരു പ്രശ്നമായിട്ട് ഞാൻ ഡിലീറ്റ് ആയി പോയിട്ട്, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നതാണ് ഈ വീഡിയോ. കുറച്ച് കുറച്ച് കുറ്റങ്ങളും കുറവുകളൊക്കെ കാണാൻ ക്ഷമിച്ചിരിക. തിരിച്ച് വീട്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്കാണെങ്കിൽ നമ്മുടെ അതിനുശേഷം നിങ്ങളെ ഫ്രം ഗാലറി പോയിട്ട് നിങ്ങളുടെ ചാനലിലെ ലോഗോ ഇങ്ങോട്ട് കൊണ്ടുവരിക, PNG ആയിട്ടുള്ള ലോഗോ ഇങ്ങോട്ട് കൊണ്ടുവരിക. പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ കൊണ്ടുവന്നിട്ട് ഇതാണെങ്കിൽ ഏറ്റവും മുകളിലോട്ട് ആക്കി കൊടുക്കുക. അപ്പം നിങ്ങൾ ടെക്സ്റ്റിന് അടിയിലായിട്ട് കാണാൻ സാധിക്കുക. ടെക്സ്റ്റിന് അടിയിൽ ആ ലോഗോ ആയിട്ട് കാണാൻ സാധിക്കും. ഇതുപോലെയാണെങ്കിൽ അവിടെ പോയിട്ട് ഇതുകൊണ്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ടെക്സ്റ്റ് ആ ലോഗോയുടെ അടിയിലായിട്ട് ആ ടെക്സ്റ്റ് വരുന്ന കാണാൻ സാധിക്കുക. ഇപ്പം അറിയാലോ. അതിനുശേഷം നിങ്ങളാണെങ്കിൽ അത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളാണെങ്കിൽ ഫ്രം ഗാലറി പോയിട്ട് ഞാൻ വേറൊരു പിക്കിൻ്റെയും കൂടെ ലിങ്ക് താഴെ കൊടുക്കാം. എല്ലാം ഡൗൺലോഡ് ചെയ്യും. എല്ലാം ഒരുമിച്ച് ഡൗൺലോഡ് ചെയ്യാൻ മതി. അത് ഇങ്ങോട്ട് കൊണ്ടുവരിക. നമ്മളൊരു ഭാഗം കട്ട് ചെയ്താൽ ഓക്കെ, എന്ന് വെച്ചാൽ വീഡിയോ ഭയങ്കര ലെങ്താവും. നമ്മുടെ ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഡിവൈസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എക്സ്പോർട്ട് ആവാനൊക്കെ നല്ല സമയം എടുക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളെ അധികം ലാഗ് അടുപ്പിക്കണം വിചാരിച്ചാണോ നമ്മൾ അധികം ലെങ്തി ആക്കുന്നില്ല. ഓക്കെ, അതിനുശേഷം ഞാനാണെങ്കിൽ വേറൊരു ഇമേജ് കൊണ്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ഇതാണൊക്കെ നമ്മൾ ടിക്ക് കൊടുക്കുക. അതിനുശേഷമാണെങ്കിൽ അവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങളൊന്ന് റൊട്ടേറ്റ് കൊടുക്കുക. റൊട്ടേറ്റ് ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ റൊട്ടേറ്റ് കൊടുത്തിട്ട് അതിനകത്ത് വെച്ചാൽ റെക്റ്റാങ്കിളിലാണെങ്കിൽ ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. ബോർഡറായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. എല്ലാ അതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എല്ലാം ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ കോപ്പി എടുത്ത് കാണാൻ സാധിക്കും. കോപ്പി ഇടുന്ന കാണാൻ സാധിക്കുക. കോപ്പി എടുത്ത് എല്ലാം ഞാനിപ്പോൾ ബോർഡർ ചെയ്താൽ അങ്ങ് ബോർഡർ ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, ശേഷം നിങ്ങളതെല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നിങ്ങളെല്ലാം നോക്കുക. ഓക്കെ, എല്ലാം ആയിട്ടുണ്ടോ നോക്കുക. എല്ലാം ഒന്ന് വെച്ച് കൊടുത്തിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ കൊച്ചുകൂടി എത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് എല്ലാ കുട്ടികൾക്കും ഗുഡ് ബൈ.